as in concrete nouns. But unlike abstract nouns, we can't use our five senses. And we're going to talk about common nouns and proper nouns. Good morning, Dad. Good morning, Takadu. How are you today? Yeah, I'm good. What about you? Me too. Okay. And can we start our English grammar lessons today? Okay, നമ്മള് ഗ്രാമർ ക്ലാസ്സസ് ഒരെണ്ണം എടുത്തിട്ട് പിന്നെ എടുക്കാൻ സമയം കിട്ടിയില്ല. അപ്പൊ നമ്മുടെ സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഐശ്വര്യമായിട്ട് നമുക്ക് ഇന്ന് മുതല് ഗ്രാമർ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാം. Okay. And in the last lesson, I told you, if you want to make a sentence, you must follow the English grammar. അതെ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിലത്തെ മെയിൻ കണ്ടന്റ് അതല്ലായിരുന്നേ. നമ്മളൊരു സെന്റൻസ് ഉണ്ടാക്കുന്ന സമയത്ത് ഗ്രാമർ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ അതിനൊരു മീനിങ് ഉണ്ടാവുള്ളൂ, അല്ലെ? കറക്റ്റ് സ്ട്രക്ചർ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു. And before that, do you know what's a sentence? ഗ്രാമർ ഞാൻ പഠിച്ചു തുടങ്ങിയപ്പോ ചെറുപ്പത്തില് ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നത് സെന്റൻസ് എന്താന്നുള്ളതാ. എന്താണ് സെന്റൻസ്? A sentence means a group of words that makes a complete sense. So that means in a sentence there are different word types. Means ഒരു സെന്റൻസ് എന്ന് പറയുമ്പോ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് വേർഡ്സ്, അല്ലെ? പല വേർഡ്സ് പ്രോപ്പർ ആയിട്ട് സ്ട്രക്ചറൈസ് ചെയ്യുമ്പോഴാണ് അതൊരു സെന്റൻസ് ആയിട്ട് മാറുക, അതിനൊരു മീനിങ് ഉണ്ടാവും, അല്ലേ? കൂടെ പറയണം. Yeah, for example, this is a simple sentence. I love my mother. So the first word is I. The second word is love. The third word is my. The fourth word is mother. So these four words makes a complete sense and a sentence. That means that പറയണ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്, അല്ലേ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ സെന്റൻസ് അല്ലേ തന്നെ. ഐ ലവ് മൈ മദർ. സോ 4 വേർഡ്സ് ഈ ഒരു സെന്റൻസിലുണ്ട്. ഈ 4 വേർഡ്സ് നമ്മൾ പ്രോപ്പർ ആയിട്ട് കമ്പൈൻ ചെയ്തപ്പോ അതൊരു സെന്റൻസ് ആയി നമുക്ക് മനസ്സിലായി, അല്ലേ? എനിക്ക് എന്റെ അമ്മേനെ ഇഷ്ടമാണ്. ഐ ലവ് മൈ മദർ. So അതല്ല ഉദ്ദേശിച്ചത്. Yeah. And in English there are 4 different word types. Those are nouns, adjectives, verbs and adverbs. These considered lexical words that provide the meaning of a sentence. അപ്പോ നമ്മളിപ്പോ സെന്റൻസില് പല വേർഡുകള് കമ്പൈൻ ചെയ്യാണെന്ന് പറഞ്ഞു, അല്ലേ? സോ ഈ വേർഡിനെ നമുക്ക് പലതായിട്ട് കാറ്റഗറൈസ് ചെയ്യാം, അതല്ല പറയണ. അതിനാണ് വേർഡ് ടൈപ്സ് എന്ന് പറയാ. മെയിൻ ആയിട്ട് എത്രയാണ്? 4 വേർഡ് ടൈപ്സ്. മെയിൻ 4 വേർഡ് ടൈപ്സ് ആണ്. നമ്പർ 1 nouns, നമ്പർ 2 verbs, adjectives, adverbs. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ടുള്ള 4 word types. There's some more word types like conjunctions, determinants, pronouns, prepositions, etc. So we're going to talk about those later. But today, in this lesson, we're going to talk about first word type, which is the very important word type, nouns. Okay, അപ്പോ ഇതുവരെ തക്കട് പറഞ്ഞത് നമുക്ക് ഗ്രാമർ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് അറിയേണ്ടത് സെന്റൻസ് എന്താണെന്ന് പറഞ്ഞു. സോ സെന്റൻസിലെ പല വേർഡ് ടൈപ്സ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഒരു സെന്റൻസ് ഉണ്ടാവുന്നത്. 4 മെയിൻ വേർഡ് ടൈപ്സ് ആണ്, മറക്കരുത് ആരും. 4 മെയിൻ വേർഡ് ടൈപ്സ് ആണ്. നമ്പർ 1 noun, നമ്പർ 2 verbs, then adverbs, adjectives. ഇതാണ് മെയിൻ 4 വേർഡ് ടൈപ്സ്. സോ ഇതാണ് ഒരു സെന്റൻസിന് മീനിങ് നൽകുന്നത്, അല്ലേ? ദെൻ അതിനെ ലെക്സിക്കൽ വേർഡ്സ് എന്ന് നമ്മൾ പറയുന്നു, ഈ 4 മെയിൻ വേർഡ് ടൈപ്സിനെ. പിന്നെ സം അതർ വേർഡ് ടൈപ്സുകൾ ഉണ്ട്. അതാണ് ഇപ്പൊ പറഞ്ഞ നമ്മള് പ്രിപ്പോസിഷൻസ്, പ്രോനൗൺസ്, അല്ല? ഇതൊക്കെ അത് നമുക്ക് പിന്നെ വരും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ് ടൈപ്പ് നൗൺ ആണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് noun. Okay? Nouns എന്താണെന്ന് നമുക്ക് ആദ്യം അറിയണം. Okay? So nouns are words that name things. Okay. So nouns name things like it means a cute book. Okay. A black TV. Okay. A rainbow phone case. Okay. A hula hoop. Okay. So these are things that name nouns. These objects that I told, these are things and we give it a name. So that is a noun. അപ്പോൾ നൗൺസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ സെന്റൻസിൽ യൂസ് ചെയ്യുന്ന ഓരോ വേർഡ്സ് ഉണ്ട്. ആ വേർഡ്സിൽ
പല ഐറ്റംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, പല തിങ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിന് ഒരു നെയിം കൊടുക്കുകയാണ് അല്ലെ, ഒരു പേര് കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ എന്താ പറയാ, നൗൺസ് എന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ നാമം എന്ന് പറയും. ഓക്കെ, അപ്പോ ഇപ്പോ മൊബൈൽ എന്ന് പറയുന്നുണ്ട്, ഇതൊരു തിങ് ആണ്. സോ നമ്മൾ ഇതിനെ ഒരു പേരിട്ടു, എന്താണ്, മൊബൈൽ. അതുപോലെ തന്നെ ക്യൂബ്, ബുക്ക്. അപ്പോ ഇതൊരു തിങ് ആണ്, നമ്മൾ ഇതിനെ ബുക്ക് എന്ന് പറയണു. സോ നമ്മള് ഇതിനൊരു പേരിടുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നൗൺസ് എന്ന് പറയുന്നത്. So there are different types of nouns, but we're going to start with concrete nouns. Okay. So concrete nouns are people, places, things. Okay. And we can identify concrete nouns with our 5 senses. Our 5 senses are smell, see, taste, hear, and touch. So we can identify concrete nouns with our 5 senses. And I'm going to say a few examples of people, places, and things. ഓക്കെ, അപ്പൊ പലതരത്തിലുള്ള നൗൺസ് ഉണ്ട്. അതിൽ ആദ്യത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കോൺക്രീറ്റ് നൗൺസ്. സോ കോൺക്രീറ്റ് നൗൺസ് എന്ന് പറയുമ്പോൾ അതില് പീപ്പിൾ, then places, things, and include animals. Okay, animals also. So we can identify these nouns with our 5 senses അല്ലെ. നമുക്ക് കാണാൻ, നമുക്ക് ടച്ച് ചെയ്യാം, ടേസ്റ്റ് ചെയ്യാം അല്ലെ. അങ്ങനെ നമ്മുടെ 5 സെൻസസ് വെച്ചിട്ട് നമുക്ക് കോൺക്രീറ്റ് നൗൺസിനെ ഐഡന്റിഫൈ ചെയ്യാന്നാണ് പറയുന്നത്. So we can start with some examples. Okay, continue. So the first noun is people. So in people we can say a man, a teacher, a woman, or me, Shivanantana. Okay. So we can basically see a man, we can see a man, we can see a woman, we can hear them, we can touch them. So basically we can use our 5 senses on peoples. So the next noun is places. Okay. So in places we can say a house, a school, or even a city, London, the best city, and a beach. We can touch the sand. We can see the London. We can see all the beautiful things around London. We can hear the music on the London. So we can use our 5 senses on places too. Last noun is things. On things we can say a shoe, a pen, a marker, or even a bell. So we can hear a bell, we can touch a pen or a marker, we can feel, we can touch the shoe, we can see the shoe, we can see the marker or a pencil or a pen or a bell. So we can basically use our 5 senses on everything, people, places, or things. Okay, these are concrete nouns. So these are concrete nouns. So concrete nouns simply നമ്മൾ ഒരു സെന്റൻസിൽ വേർഡ്സ് വെക്കുന്ന സമയത്ത് കോൺക്രീറ്റ് നൗൺസ് നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം വിത്ത് അവർ 5 സെൻസസ് അല്ലെ. 5 സെൻസസ് വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന നൗൺസിനെയാണ് കോൺക്രീറ്റ് നൗൺസ് എന്ന് പറയാ. ഇപ്പൊ കിരൺ അല്ലെ, തകഴു, ശിവനന്ദന. സോ അതൊക്കെ പീപ്പിളിനെ ഓക്കെ അതൊക്കെ നമുക്ക് എന്താണ്, ഹ്യൂമൻ ബീങ്സ് ആണ് പീപ്പിൾ. ദെൻ പ്ലേസസ് അല്ലെ, തൃശൂർ, ലണ്ടൻ, ഇതൊക്കെ നമുക്ക് പീപ്പിൾ പ്ലേസസിലെ എക്സാമ്പിൾ പറയാം. തിങ്സ്, ടീഷർട്ട്. On things we can say an animal, a dog, or a pizza, or even a food or things. Okay, so we can identify all these things with our 5 senses. So അതിനെയാണ് നമ്മൾ കോൺക്രീറ്റ് നൗൺസ് എന്ന് പറയാം അല്ലേ. And let's move on to abstract nouns. And the next noun is abstract nouns. Okay. Abstract nouns are ideas, concepts, and emotions. Abstract nouns are like concrete nouns. You can't see an idea, you can't smell a concept, you can't hear an emotion. So basically, you can't use your 5 senses on abstract nouns. So abstract nouns are love, time, religion, or rules. So
basically you can't use your 5 senses on these things. ഓക്കെ സോ അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കോൺക്രീറ്റ് നൗൺസിൽ പറഞ്ഞ പോലെ കോൺക്രീറ്റ് നൗൺസിൽ നമ്മൾ വിത്തൗട്ട് 5 സെൻസസ് അത് വെച്ചിട്ടാണ് നമ്മൾ We can use our 5 senses in concrete nouns. But unlike abstract nouns, we can't use our 5 senses. ഇതില് അതുകൊണ്ട് എക്സാമ്പിൾ പറഞ്ഞ ഐഡിയാസ് അല്ലെ ഇമോഷൻസ് ഇതൊക്കെ അബ്സ്ട്രാക്ട് നൗൺസിന് എക്സാമ്പിൾസ് ആണ്. നമുക്ക് നമ്മുടെ 5 സെൻസസ് വെച്ചിട്ട് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതല്ലേ അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറയുന്നത്. So today we're gonna end up this lesson, and we discussed about what is a sentence, and concrete nouns and abstract nouns. And in the next lesson, we're going to talk about common nouns and proper nouns. And if you have any questions, just put in the comments down below, and in the next lesson, I'll answer that question. Okay, നമ്മളപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നൗണിൻ്റെ. അതിലെ സെന്റൻസ് എന്താന്ന് പറഞ്ഞു, ദെൻ കോൺക്രീറ്റ് നൗണിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞു, അതിനുശേഷം അബ്സ്ട്രാക്ട് നൗൺ എന്താന്ന് പറഞ്ഞു. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പ്രോപ്പർ നൗണും പിന്നെ കോമൺ നൗണിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണുന്നതായിരിക്കും വിത്ത് എക്സാമ്പിൾ. And please subscribe, like and share. Okay, see you. Bye bye.